അസ്സലാമു ഗൈസ്, നമ്മളെ എൻജിൻ ബ്ലോക്ക് അതേപോലെ ഹെഡ് ക്രാങ്ക് എല്ലാം മെഷീൻ ഷോപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് ബഫ് ചെയ്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അംസക്കാനോട് തന്നെ ചോദിച്ചു നോക്കാം. മെഷീൻ ഷോപ്പ് കഴിഞ്ഞ് മെഷീൻ ഷോപ്പ് നമ്മളിപ്പോൾ എത്രയാണത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിരുന്നുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഓയിൽ കൺസപ്ഷനിലെ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർ സൈസ് 050 നമ്മൾ പിസ്റ്റൺ മാറ്റി പിസ്റ്റൺ കംപ്ലീറ്റ് റിങ്സ് മാറ്റി. ഓക്കെ, ബോറിങ്ങും ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത് ബെയറിംഗ് സെലക്ഷൻ ആണ്. ക്രാങ്ക് സെറ്റിങ്സിന് അതിന് നമുക്കൊരു മെഷർമെന്റ്സ് ഉണ്ട്, അതിന്റെ ചാർട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നൊരു ഇതിനൊരു ഹീറ്റ് റെസിസ്റ്റൻസ് പെയിന്റ് ആണ്. എബോവ് 600. എഞ്ചിൻ ഇറക്കിയ സ്ഥിതിക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് കയറ്റാന്നുള്ളൊരു പ്ലാനാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ കയറ്റാം. അതിൻ്റെ ഇതിപ്പോൾ ഒരു 50-60 റിയാലിൻ്റെ ചിലവുള്ളൂ. അത് നമ്മൾ ബ്ലോക്കിൻ്റെ ഔട്ടർ പാർട്ട് മാസ്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒന്നുമില്ല, കോസ്മെറ്റിക്കലി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട്. കാരണം എഞ്ചിനൊക്കെ വല്ലപ്പോയി ഇറക്കുന്നില്ല, അപ്പോൾ ഒന്ന് വൃത്തിയാക്കാന്നുള്ള പ്ലാനാണ്. പിന്നെ എല്ലാ വാട്ടർ ലൈൻസ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ ലൈൻസ് ഓയിൽ ലൈൻസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെയറിംഗ് സെലക്ഷൻ ചെയ്തിട്ട് ക്രാങ്ക് സെറ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ ബെയറിംഗ് സെലക്ഷനിലോട്ടാണ് പോകുന്നത്. അതിന് ഇവിടെ ബ്ലോക്കിലൊരു നമ്പർ ഉണ്ട്. ഇത് നമ്മളെ ക്രാങ്കിൻ്റെ ബെയറിംഗ് സെലക്ഷന് വേണ്ടിയുള്ള നമ്പറാണ്. ഓക്കെ, ഈ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ ക്രാങ്കിൻ്റെ മുകളിലും ഒരു നമ്പറുണ്ട്. ഇത് നമ്മൾ ക്രാങ്കിൻ്റെ ബെയറിംഗ് സെലക്ഷനുള്ള നമ്പറാണ്. ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സൈസുള്ള ബെയറിംഗ് എടുക്കണം. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ളൊരു ബെയറിംഗ് സൈസിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ജനറൽ 1, 2, 3, 4, 5. ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ ഇത് ടോട്ടൽ എടുത്തിട്ട് ഈ കിട്ടുന്ന സംഖ്യേനെ നമ്മൾ ചാർട്ട് എടുക്കേണ്ടതിൻ്റെ. ഓക്കെ, ഇത് നമ്മൾ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യണം? ഓയിൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യണം. അതിനുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്പെഷ്യലി നമ്മൾ ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് ഓയിൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ. ടോട്ടൽ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 5. അപ്പോൾ 0 to 6 വരെ മാർക്ക് 3. ഓക്കെ, അത് ഫസ്റ്റ് ജേണലും ലാസ്റ്റ് ജേണലും സെയിം ചാർട്ട് നമ്പറിലാണ് വരിക, ഒരു നമ്പറിൽ. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് 11 അല്ലേ? അപ്പോൾ 11 വരുമ്പോൾ 6 to 11 ബെയറിങ്, ക്രാങ്ക് ബെയറിങ്സ് ഇതാണ് നമുക്ക് വാങ്ങേണ്ടത്. ഇതിൽ ഈ ഫസ്റ്റിലും സെക്കൻഡിലും നമുക്ക് മാറ്റം വരും. ഇത് കുറച്ച് വീതി വരും. ഓക്കെ, ഇനി 0-2 ഇടുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞ തിക്നെസ് ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പറുകളാണ്. എടുക്കണം, ബെയറിംഗ് സെറ്റ് എടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇത് സെറ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കണ്ടേ, ഇത് ആസ് പെർ കമ്പനി ലെവലിൽ വരും, ആസ് പെർ കമ്പനി കണക്കിൽ വരുമ്പോൾ കറക്റ്റായിരിക്കും. എന്നിരുന്നാലും നമ്മൾ പ്ലാസ്റ്റിക് ഗേജ് വെച്ചിട്ട് ഓയിൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യണം. ക്രാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വയറിംഗ് തൊട്ട് 5 കൊടുക്കണം. ഇനി വരുന്നത് നമുക്ക് 234 തന്നെ മാർക്ക് 3ഉം മാർക്ക് 2ഉം 2. സെക്കൻഡ് ജേണൽ മാർക്ക് 3 ഗോസ് ഇൻ. ആക്ച്വലി ബെയറിങ് സെറ്റ് വാങ്ങുമ്പോൾ ഒന്നിന് 2 പീസ് ഉണ്ടാവും. അപ്പോൾ ഇത് 1 എന്ന് പറയുന്ന ജേണൽ. അപ്പോൾ അതിൻ്റെ പെയറിൽ ഒന്ന് ഇവിടെയായിട്ട് വരിക. അഞ്ചാമത്തെ നമ്പർ 5, അഞ്ചാമത്തെ ജേണൽ. ഫസ്റ്റത്തെയും ഫിഫ്ത്തത്തെയും സെയിം ഒരു ടൈപ്പും, പിന്നെ ഈ 3 ഒരു ടൈപ്പും. സെൻട്രൽ വരുന്ന 3 അതർ ജേണൽസ് എന്ന് പറഞ്ഞിട്ട് 3 വേറൊരു ടൈപ്പ് വരുന്നത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ നമ്പറിങ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഓരോന്നിനും. അത് വെച്ചിട്ട് നമ്പർ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പെയർ ഇവിടെ ഇടും, ഒരു പെയർ ബ്ലോക്കിലും വെക്കും. എല്ലാത്തിൻ്റെയും ഒരു സൈഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ ജേണൽസ്, ഇത് ഇൻ ബിറ്റ്വീൻ അതർ ജേണൽസ്. ബാക്കിയുള്ള ബെയറിങ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് വെക്കോട്ടോ. ട്രസ്റ്റ് വാഷർ ഓരോ ജേണൽസിലും പ്ലാസ്റ്റിക് ഗേജ് എന്ന് പറഞ്ഞതാണ് ഓയിൽ ക്ലിയറൻസ് നോക്കാൻ വേണ്ടി. ഇത് ഇത്രയും തിന്നിയായതാണ്. ഇത് നമ്മൾ വീറ്റിൻ്റെ അടിയിൽ വെക്കും. അതിനുശേഷം നമ്മൾ ക്രാങ്കിൻ്റെ സ്പെക്ക് അനുസരിച്ചിട്ട് ടോർക്ക് ചെയ്യും. ടോർക്കിന് ശേഷം വീണ്ടും അഴിച്ചിട്ട് നമ്മൾ നമ്മളെ സ്പെക്കിൽ വരുന്നുണ്ടോയെന്ന് അറിയാൻ. ടാങ്ക് എന്താ
ഉഷാറാണ് സംഭവം. പവറിന്റെ കാര്യത്തില് നരിയാണ്. അതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് കുറച്ച് കൂടുതലുള്ള കാരണം ഹൈ RPM എത്തുമ്പോ അത് വണ്ടി ഇരിക്കുന്നുണ്ട്. 2-3 ഡ്രൈവിന് ഞാൻ വന്നിട്ടില്ല. കഴിഞ്ഞ നിന്റെ വണ്ടി പിന്നെ നമ്മളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോഴും ഇല്ല, കഴിഞ്ഞ ആഴ്ചയില്ല. ഫുൾ വർക്കല്ലേ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മളെപ്പോഴും നമ്മളെ എക്സ്പീരിയൻസ് പല പ്രാവശ്യം നമ്മൾ നാരോ എസ്കേപ്പാണ് ടോവ് ചെയ്യുമ്പോൾ റോപ്പ് പൊട്ടുന്നത്. ഫസ്റ്റ് അല്ല സെക്കൻഡ് അല്ല, ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം മുന്നറിയിപ്പ് തന്നതാണ്. ഇനി ഒരു ചാൻസ് എടുക്കുന്ന ഭയങ്കര അതിൻ്റെ ഡാമ്പർ വെച്ചിട്ട് ചെയ്യണം, ശരിക്കും പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യണം. ക്രാങ്ക് ബോൾട്ടിൻ്റെ ടോർക്ക് 27 Nm 90 ഡിഗ്രി. അതുപോലെ കണക്റ്റിംഗ് റോഡ് 25 90. ഹെഡ് ബോൾട്ട് വരുന്നത് 40 90 again 90. നമ്മൾ എല്ലാം 27 അടിച്ച് ഇനി നെക്സ്റ്റ് 90 ഡിഗ്രി അടിക്കാൻ പോകണം. അൽഹംദുലില്ലാഹ് എന്താ 90 ഡിഗ്രി അടിച്ചുകൊണ്ടിരിക്കട്ടോ. ലാസ്റ്റ് റേറ്റിങ് അതായത് 27 Nm ടൈറ്റ് ചെയ്തതിന് ശേഷം 90 ഡിഗ്രിയിൽ നമ്മൾ അടുത്ത ബോൾട്ടിനെ ടൈറ്റ് ചെയ്യുക. അതൊരു പ്ലാസ്റ്റിക് റേഞ്ചിൽ ടൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മളെ സീനിയർ ടെക്നീഷ്യന് സാം ജാവിയോ അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ട്. അത് പണ്ടത്തെ ആശാന്മാരൊരു ഇതാണ്, അത് ഉണ്ടായിരിക്കും, അത്ര ഉണ്ടായിരിക്കും തൂക്കിയിട്ട്. ഇത് നമ്മൾ ആ സ്പെക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്ത കാര്യത്തിന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി നമ്മളത് അളക്കാം, മെഷർ ചെയ്യാൻ പോവാണ്. അല്ല, ഇതിൻ്റെ മുകളിൽ ഇവിടെ മെഷർമെൻ്റ് ഉണ്ട്. ഇവിടെ ഇതാക്കണം, ഈ കാണുന്ന അളവുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് 0.001. ഏകദേശം ഓക്കെയാണത്. പിന്നെ 1 to 5 28 to 0.028 to 0.046 അതാണ് നമുക്ക് ഓയിൽ ക്ലിയറൻസ് വേണ്ടത്. അതെ, നമ്മുടെ ഇഞ്ചുണ്ട് ഈ സൈഡിൽ ഉണ്ട് 25 to 0.046. കൂടിയ പ്രശ്നമില്ല. ഇതിപ്പോൾ കൂടാനും പാടില്ല, ഇതൊക്കെയാണ്. ഇത് ഒരു നോർമൽ റേറ്റാണത്. പരക്കുമ്പോൾ ഓയിൽ ക്ലിയറൻസ് കുറയാം. അതായത് ഇതിൻ്റെ തിക്നെസ് ഇവിടെ കുറയുമ്പോൾ ഓയിൽ ക്ലിയറൻസ് കൂടും. 27 ടോർക്ക് 27 Nm കേട്ടോ. അളന്നാലും ചിലതിൽ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ നമുക്ക് നല്ല ഫ്രീ ആണ് ഈ ക്രാങ്കിൻ്റെ മൂവ്മെൻറ്റ്. അതായത് നമ്മളിങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതിരിക്കുമ്പോൾ ഭയങ്കര ഹാർഡ് വരും, ടൈറ്റായി ഫീൽ ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജേണലിൽ ഒരു മിസ്സലൈൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ആ ബെയറിങ്ങിൽ പർട്ടിക്കുലർ ബെയറിങ്ങിൽ ഡാമേജ് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പിസ്റ്റൺ സെറ്റ് ചെയ്യണം. പിസ്റ്റൺ റൈറ്റും ലെഫ്റ്റും വ്യത്യാസമുണ്ട്. അത് നമ്മൾ നാളെ തുടങ്ങും ഇൻഷാ അല്ലാഹ്. നമ്മളിന്ന് വൈൻഡപ്പ് ആകാൻ പോവാണ്. സൈനിങ് ഓഫ് ഹംസ.